أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله. اللهم رب يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وأدبا وحفظا وورعا وإيمانا كاملا. رب تمن بالخير والسعادة، إنك على كل شيء قدير. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولتلاميذنا ولأزواجنا ولأولادنا ولأحبابنا ولجميع أمة سيدنا محمد صلى الله عليه وسلم، لا سيما لمصنف هذا الكتاب ولجميع المصنفين والشارحين والمحشين من أهل السنة والجماعة. പ്രിയപ്പെട്ടവരെ, ബഹുമാനികളെ, അൽ ഹദീസു സാമിൻ, എട്ടാമത്തെ ഹദീസ്. عن ابن عمر رضي الله عنهما, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുത്തബിഉസ് സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണിത്. മഹാനവറുകളെക്കുറിച്ച് രണ്ടാമത്തെ ഹദീസ് ചർച്ച ചെയ്തെടുത്ത് മഹാനവറുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് അവർ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് അവരെക്കുറിച്ചുള്ള ചർച്ച വേണമെങ്കിൽ നിങ്ങൾക്ക് ആ വോയിസുകൾ കേട്ടാൽ മനസ്സിലാവും. ഹദീസ് വായിക്കാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുന്നാര നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അവിടുന്ന് പറഞ്ഞു, ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹു എന്നോട് കൽപ്പിച്ചു എന്നാണ്. ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടു, അതായത് അല്ലാഹു തആല എന്നോട് കൽപ്പിച്ചു. എന്ത്? അൻ ഉഖാതിലൻ നാസ ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും അതിനുശേഷവും മദീനയിലുള്ള സ്വഹാബികൾ പല രാജ്യങ്ങളിലേക്കും ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി പോയിട്ടുണ്ട്. മാന്യമായി അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഈ ലോകം പടച്ച അള്ളാഹുവിനെയും അള്ളാഹു അയച്ച ദൂതരെയും സത്യസന്ദേശമാകുന്ന ഇസ്ലാമിനെയും പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ ചെല്ലുകയും പല രാജ്യങ്ങളും കൈനീട്ടി സ്വീകരിക്കുകയും, എന്നാൽ ആ നാട്ടിൽ നിന്ന് ഇസ്ലാം സ്വീകരിക്കുന്നവരെ സ്വീകരിക്കാൻ സമ്മതിക്കാതിരിക്കുകയും, പലതും മറ്റു നാട്ടുകാർ വന്നിട്ട് ഞങ്ങൾക്ക് ഇസ്ലാം പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് ക്ഷണിച്ചു കൊണ്ടുപോയവരും, ഇങ്ങനെ പല വിധത്തിൽ പ്രബോധനത്തിൻ്റെ പല അവസ്ഥകൾ, സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അങ്ങനെ നിഷേധികളായ ആളുകളോട് യുദ്ധം ചെയ്യേണ്ടി വരുന്ന സന്ദർഭത്തിൽ അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ അവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല. ഒരുപക്ഷെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന ആള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് ചിലപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. മഹാനരായ ഉസാമത്ത് എന്ന് പറയുന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്. അവര് പടക്കളത്തിൽ വെച്ച് തൻ്റെ പ്രതിയോഗിയോട് യുദ്ധം ചെയ്ത് അവസാനം രക്ഷപ്പെടില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോ ഈ സ്വഹാബി എന്ത് ചെയ്തു എന്നറിയോ? അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. കാരണം
ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഒരുപക്ഷെ വാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാവാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ അദ്ദേഹത്തിന്റെ കൽബ് തുറന്നു നോക്കിയോ എന്ന്. അപ്പോ ഇനി നമ്മൾ ഈ ഹദീസ് വായിക്കണം. ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടു, എന്നോട് കൽപ്പിക്കപ്പെട്ടു, അൻ എന്താ കാര്യം, ഉഖാത്തിലന്നാസ, ഞാൻ അന്നാസിനോട്, അവിടെ അന്നാസ് എന്ന് പറഞ്ഞാൽ ബഹുദൈവാരാധകർ, മുശ്രിക്കീങ്ങൾ, അവരോട് പോരാടണം, യുദ്ധം ചെയ്യണം എന്ന് എനിക്ക് കൽപ്പന വന്നിട്ടുണ്ട്. ഏതുവരെ പാടുള്ളൂ, ഹത്താ യശ്ഹദു, അവര് സാക്ഷ്യം വഹിക്കുന്നത് വരെ. എന്ത്? അൻ, തീർച്ചയായും കാര്യം എന്താണ്, അവർ സാക്ഷ്യം വഹിക്കേണ്ടുന്ന മഹത്തായ വിഷയം, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, വ അന്ന മുഹമ്മദർ റസൂലുള്ളാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാന്റെ റസൂലാണ്. ഈ രണ്ട് കാര്യം അവര് സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ വധിക്കാനോ അവരെ കൊല്ലാനോ പാടില്ല. ഉസാമത്ത് സയ്യിദ് റളിയല്ലാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചില്ലേ, നിങ്ങൾ അദ്ദേഹത്തിന്റെ കൽബ് കീറി നോക്കിയോ എന്ന്. ആ ചോദ്യം കേട്ട് മഹാനവറുകൾ ആകെ തകർന്നുപോയി. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ ഉള്ളിൽ അത് അവര് എങ്ങനെ പറയണം? അഷ്ഹദു, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, സാക്ഷ്യം വഹിക്കുന്നു, ഷഹാദത്തിന്റെ പദം ഉപയോഗിക്കുകയാണ്, അങ്ങനെ ഉപയോഗിക്കണം. അത്രയും മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് പറയുന്ന പ്രയോഗമാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദ് റസൂലുള്ളാ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനല്ല, അവര് അള്ളാഹു പറഞ്ഞയച്ചവരാണ്, അള്ളാഹിന്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ ഒരാളെ പിന്നെ കൊല്ലാൻ പാടില്ല. അപ്പോ ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടു, അൻ ഉഖാത്തിലന്നാസ, ഞാൻ മുശ്രിക്കീങ്ങളോട് യുദ്ധം ചെയ്യണമെന്ന്, ഹത്താ യശ്ഹദു, അവര് സാക്ഷ്യം വഹിക്കുന്നത് വരെ, അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന കാര്യം. അങ്ങനെ ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഇസ്ലാമിന്റെ തണലിലാണ്, സംരക്ഷണത്തിലാണ്. അത് മാത്രം പോരാ, വ യുഖീമുസ്സലാഹ്, അവര് നിസ്കാരം നിലനിർത്തുന്നത് വരെയും. നമുക്കറിയാമല്ലോ, ഒരു നിസ്കാരം ജമാക്കേണ്ട സമയം, ഉദാഹരണം ളുഹ്ർ അസറിലേക്ക് ജമാക്കാം, ആ ജമാക്കേണ്ട സമയം കഴിഞ്ഞിട്ടും ഒരാൾ നിസ്കരിക്കുന്നില്ല, ളുഹ്റും ഖളാ ആണ്, അസറും ഖളാ ആണ്, അയാള് ളുഹ്ർ നിസ്കരിച്ചിട്ടില്ല, നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അയാൾ നിസ്കരിക്കൂല, എന്താ നിസ്കരിക്കാത്ത, എനിക്കാവൂല, മടിയാണ്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭരണാധികാരി അദ്ദേഹത്തോട് വിളിച്ച് നിസ്കരിക്കാൻ തൗബ ചെയ്യാൻ ആവശ്യപ്പെടുകയും എന്നിട്ട് പിന്മാറിയിട്ടില്ലെങ്കിൽ ഹദ്, ഇസ്ലാമിക ശിക്ഷ പ്രകാരം, മുസ്ലിം ഭരണകൂടമുള്ള രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ഇസ്ലാമിന്റെ നിയമം ശരീഅത്ത് അനുസരിക്കണം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ ഖത്ല് ചെയ്യാം എന്ന്, അങ്ങനെ ഖത്ല് ചെയ്യണം. ഇനി നിസ്കാരത്തെ നിഷേധിക്കുകയാണെങ്കിലോ, നിസ്കാരമില്ല, അല്ലെങ്കിൽ 5 വക്തില്ല, അല്ലെങ്കിൽ ളുഹ്ർ 3 റക്അത്തേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിസ്കാരത്തെ ഒന്നുകിൽ മുഴുവനായി നിഷേധിക്കുക, അല്ലെങ്കിൽ അല്പമായി നിസ്കാരം 3 വക്തേ ഉള്ളൂ, അല്ലെങ്കിൽ 2 വക്തേ ഉള്ളൂ, അല്ലെങ്കിൽ നിസ്കാരമില്ല, ഇങ്ങനെയൊക്കെ ഒരാൾ നിഷേധിച്ചു കഴിഞ്ഞാൽ അയാളെ ഖത്ല് ചെയ്യണം. അപ്പോ എന്നോട് കൽപ്പിക്കപ്പെട്ടു, വ യുഖീമുസ്സലാഹ്, അവര് നിസ്കാരം നിലനിർത്തുന്നത് വരെയും. അപ്പൊ നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കരിച്ചാൽ പോരാ, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നിസ്കരിച്ചവന്റെ മഹത്വവും, നിസ്കരിക്കാനൊക്കെ പറയുമ്പോൾ ഇഖാമത്തു സ്വലാത്ത പറയാ, നിസ്കാരം നിലനിർത്തുന്ന കാര്യം. കാരണം അത് സ്ഥിരമായി ചെയ്യണം, കൃത്യമായി ചെയ്യണം, വൃത്തിയായി ചെയ്യണം, ഫർദ് സുന്നത്ത് ആദാബുകളൊക്കെ പാലിച്ച് നിഷ്ഠയോടെ ചെയ്യണം. പിന്നെ നിസ്കരിക്കുന്നവൻ എന്നും അല്ലെങ്കിൽ നിസ്കരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ നാശം പറയുമ്പോൾ, അതായത് നിസ്കരിക്കാത്തവന്റെ ഗൗരവം പറയുമ്പോൾ മുസല്ലി എന്നാണ് സാധാരണ പ്രയോഗിക്കൽ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ
വൈലുല്ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് നാശം. അതായത് എപ്പോഴെങ്കിലും തോന്നുമ്പോൾ നിസ്കരിക്കുന്ന ആളാണ്. അവിടെ മുസല്ലീൻ എന്നാ പറഞ്ഞത്. എന്നാൽ നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറയുന്നിടത്തും നിസ്കരിക്കുന്നവന്റെ മഹത്വമൊക്കെ പറയുന്നിടത്തൊക്കെ കൃത്യമായി നിസ്കരിക്കുന്നവർ എന്നാണ്. അപ്പോൾ ഇഖാമത്തു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ കൃത്യമായി നിസ്കാരം നിലനിർത്തുക. പഴയ അർത്ഥം അങ്ങനെയാണ്, മുറ പോലെ നിർവഹിക്കുക. അത് ചെയ്യുന്നത് വരെയും വയുഅ്തു സകാത്ത, സകാത്തിനെ കൊടുത്തു വീട്ടുന്നത് വരെയും. അപ്പോൾ സകാത്ത് നിഷേധിച്ചാൽ, മുമ്പ് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സകാത്ത് തന്നിരുന്ന ഒരു വിഭാഗം ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞങ്ങൾ സകാത്ത് കൊടുക്കുള്ളൂ, ഇനി സകാത്ത് തരൂല എന്ന് പറഞ്ഞവരോട് മഹാനവറുകൾ അതിൻ്റെ ഗൗരവം, നിങ്ങൾ സകാത്ത് തന്നില്ല എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ആ ഒട്ടകത്തെ ഏൽപ്പിക്കാറുള്ളത്, മൃഗത്തെ ഏൽപ്പിക്കാറുള്ളത് കയറിനോട് കൂടെ ആണെങ്കിൽ ആ രീതി പോലും പഴക്കാൻ പാടില്ല. ആ ഒരു കയറിന് വേണ്ടിയാണെങ്കിലും ഞാൻ പോരാടും, യുദ്ധം ചെയ്യുമെന്ന് മഹാനവറുകൾ പറഞ്ഞത്. ഈ ഹദീസ് നോക്കൂ. നിസ്കാരം നിലനിർത്തുന്നത്, ഒരാൾ നിസ്കാരം നിലനിർത്തിയിട്ടില്ലെങ്കിൽ മടി കൊണ്ടാണോ നിസ്കാരം നിർവഹിക്കാത്തത് എങ്കിൽ അയാളെ ഹദ്ദായിട്ട് ഖത്ല് ചെയ്യപ്പെടണം. ഇനി നിസ്കാരം നിഷേധിച്ച, നേരത്തെ പറഞ്ഞതുപോലെ 2 റക്അത്ത് ഇല്ല, നിസ്കാരം ഇല്ല, കുറച്ചേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന വിഭാഗം, നിസ്കാരത്തെ നിഷേധിക്കുന്നവർ, മടിയായിട്ടല്ല കുഫറായിട്ട്, എങ്കിൽ അവരെ കുഫറായിട്ട് കൊല്ലണം. അപ്പോൾ അതിൻ്റെ നിയമം ഉണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്നതുപോലെ തന്നെയാണ് സക്കാത്തും. അപ്പോൾ ഒരാൾ പോരാട്ടം നടക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ അയാളെ അയാളുമായി ഖത്ല് ചെയ്യാൻ പാടില്ല. നിസ്കാരം നിർവഹിക്കുന്ന ആള് അദ്ദേഹം നിസ്കാരത്തിൽ മടി കാണിച്ചു, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ട് അയാൾ റെഡിയായാൽ പിന്നെ അയാളെ ഖത്ല് ചെയ്യാൻ പാടില്ല. സക്കാത്ത് കൊടുക്കാത്ത ആള് സക്കാത്ത് ചോദിച്ചപ്പോൾ സക്കാത്ത് കൊടുത്തു, പിന്നെ അയാളെ ഖത്ല് ചെയ്യാൻ പാടില്ല. അല്ലാത്ത സന്ദർഭത്തിൽ, അല്ലാത്ത കാലത്തോളം അവരോട് ഖത്ല് ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടു. ഫഇദാ ഫഅലൂ ദാലിക, അവർ അതിനെ ചെയ്താൽ, അതായത് ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ, നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, സക്കാത്ത് കൊടുത്തു വീട്ടിക്കഴിഞ്ഞാൽ, അസ്സമു അവർ കാത്തിരിക്കുന്നു, മിന്നി എന്നിൽ നിന്ന്, ദിമാഅഹും അവരുടെ രക്തങ്ങളെയും, വ അംവാലഹും അവരുടെ മുതലുകളെയും. അപ്പോൾ അവരുടെ മുതലിനെയും അവരുടെ ശരീരത്തെയും അവര് സംരക്ഷിച്ചിരിക്കുന്നു. ഇല്ലാ ബി ഹഖ്ഖിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ബാധ്യത കൊണ്ട് അല്ലാതെ. അതായത് ഒരാളിപ്പോൾ നിസ്കരിച്ചു അല്ലെങ്കിൽ സക്കാത്ത് കൊടുത്തു, പിന്നെ അയാള് വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അയാളെ കൊല്ലൽ ഇസ്ലാമിന് ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ അയാളെ കൊല്ലൽ ഇസ്ലാമിന് ബാധ്യതയുണ്ട്. എന്നതുപോലെ മുർത്തദ്ദായി കഴിഞ്ഞാൽ ആ മുർത്തദ്ദിനെ ഖത്ല് ചെയ്യൽ ഇസ്ലാമിന് ബാധ്യതയുണ്ട്, അവകാശമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഹക്ക് കൊണ്ട് അല്ലാതെ, അദ്ദേഹത്തെ ഹക്ക് കൊണ്ടല്ലാതെ അയാളെ ഖത്ല് ചെയ്യാൻ പാടില്ല. അയാളുടെ സമ്പത്തും അയാളുടെ ശരീരവും സുരക്ഷിതമാണ്. എന്നിട്ട് ഈ ഹദീസിന്റെ അവസാനം പറയുന്നു, വഹിസാബുഹും അലല്ലാഹി തആല, അവരുടെ വിചാരണ അള്ളാഹുവിന്റെ ഉത്തരവാദിത്തമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർവഹിക്കുന്നതാണ്, നമ്മൾ ചെയ്യേണ്ട. അതായത് ഒരാള് രക്ഷപ്പെടാൻ വേണ്ടി ഷഹാദത്ത് കലിമ ചൊല്ലിയതായിരിക്കാം, നമുക്കറിയില്ലല്ലോ. അയാളുടെ രഹസ്യം അത് നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക. ഒരുപക്ഷെ ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, കൃത്യമായി നിർവഹിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഒരുപക്ഷെ മറ്റൊരാളെ കാണിക്കലായിരിക്കും, അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പേടിച്ചിട്ട് വേണ്ടിയായിരിക്കും. അതൊന്നും നമ്മൾ വിചാരണ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അദ്ദേഹത്തിൻ്റെ ഖൽബിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ അത് അള്ളാഹുവിനാണ് അറിയുന്നവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ,
നഹനു നഹ്കുമു ബില്ലവാഹിർ, നമ്മൾ ബാഹ്യം നോക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങളെ വിധിക്കുക. വല്ലാഹു യതവല്ല സറായിർ, രഹസ്യങ്ങളെ ഏറ്റെടുക്കുന്നവൻ അള്ളാഹുവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിസ്കാരം, അദ്ദേഹം എന്തിനു വേണ്ടി നിസ്കരിക്കുകയാണെങ്കിലും നിസ്കരിക്കുന്നതോടുകൂടെ നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു. എന്നതുപോലെ അദ്ദേഹം സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ പോരായ്മയുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു താല നോക്കും. നമ്മൾ നോക്കേണ്ടതും നമുക്ക് ബാധ്യതയുള്ളതും നേരത്തെ പറഞ്ഞ കാര്യമാണ്. പരസ്യമായി അദ്ദേഹം അത് നിർവഹിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു, അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തട്ടിയിട്ടല്ല പറഞ്ഞത് എങ്കിൽ അത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വിട്ടുകൊടുക്കുക. അദ്ദേഹം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തെ മുസ്ലിമായി പരിഗണിക്കുന്നതാണ്. അപ്പോൾ വ ഹിസാബുഹും, അവരുടെ വിചാരണ, അവർ ചെയ്ത ഷഹാദത്ത്, അവരെ സ്വലാത്ത്, അവരെ സക്കാത്ത്, ഇതെല്ലാം ശരിയായിട്ടുണ്ടോ എന്ന ബാധ്യത, അതിൻ്റെ വിചാരണ അലല്ലാഹി തആല, അത് അള്ളാഹുവിൻ്റെ മേലാണ്. ഈ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് മൊഴിയുന്നതോടുകൂടെ അയാൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. ഇനി അയാൾ സുരക്ഷിതനാണ്. അസ്വമു മിന്നി ദിമാഅഹും, അസ്വമു അവർ തടഞ്ഞു, മിന്നി അസ്വമു എന്ന് പറഞ്ഞാൽ മനഉ, ശരിക്ക് ഉസാമ് എന്നതിൽ നിന്ന് വന്നതാണ് ഈ അസ്വമു എന്നുള്ളത്. തോൽപാത്രത്തിലുള്ള വെള്ളം പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി, ഒരു തുള്ളി പോലും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ആ തോല് കൊണ്ട് തന്നെ ഒരു കയറ് ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ വായ്ഭാഗത്ത്. എന്നിട്ട് അതുകൊണ്ട് കെട്ടിയാൽ അതിന് അസ്വമ എന്നാ പറയാ. ആ കയറിന് ഒസാമ് എന്ന് പറയും. അപ്പോൾ പിന്നെ ഒരു തുള്ളി രക്തം പോലും ചിന്തില്ല, ഒരു ഇത്തിരി മുതൽ പോലും നഷ്ടപ്പെടില്ല. പൂർണ്ണമായും അവർ പൂർണ്ണമായും സുരക്ഷിതരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അസ്വമു മിന്നി, അവരെന്നിൽ നിന്ന് കാത്തു, എന്നെ തൊട്ട് അവർ വിലങ്ങി, ദിമാഅഹും അവരുടെ രക്തങ്ങളെയും അംവാലഹും അവരുടെ മുതലുകളെയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ കൊല്ലാൻ പാടില്ല, ഖത്ൽ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് അംവാലഹും അവരുടെ സമ്പത്തുകളും. അതായത് പിന്നെ അവരുടെ സമ്പത്ത് ഗനീമത്ത് സ്വത്തായി, യുദ്ധാർജിത മുതലായി പിടിക്കപ്പെടുകയില്ല. അവരുടെ ശരീരങ്ങളെയും സമ്പത്തുകളെയും സംരക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അയാൾ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം എന്തെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ വ്യഭിചാരം അല്ലെങ്കിൽ മറ്റൊരാളെ കൊല്ലുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അവിടെ ഇസ്ലാമിൻ്റെ ഒരു ഹക്കുണ്ട്. അദ്ദേഹത്തിനെ അത് കൊന്നതിന് പകരം അദ്ദേഹത്തെ കൊല്ലും എന്നല്ലാതെ ബാക്കി അവർ പരിപൂർണ സുരക്ഷിതരാണ്. അവരുടെ ഉള്ള് അറിയുന്നവൻ അള്ളാഹുവാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരാൾ സൽക്കർമ്മം ചെയ്യുമ്പോൾ, ഒരാൾ കരഞ്ഞ് ദുആ ചെയ്യുന്നത് കാണുമ്പോൾ അത് പുറത്തേക്ക് നോക്കിയിട്ട് അയാളെ വിലയിരുത്തുന്നതിന് പകരം അവൻ്റെ ഉള്ളിൽ വേറെന്തോ ഒന്നാവാം എന്ന് നമ്മൾ വിലയിരുത്താൻ പാടില്ല. വഹിസാബുഹും അവരുടെ വിചാരണ, അവരുടെ ഉള്ളിലെ അവസ്ഥ അറിയുന്ന നാഥനാണ് അലല്ലാഹി തആല, അള്ളാഹിൻ്റെ മേലാണ് അവരുടെ വിചാരണ. ഇൻഷാ അള്ളാഹ് ഇതിൽ പറഞ്ഞ ഷഹാദത്ത് കലിമ ഒരു വട്ടം ചൊല്ലുമ്പോൾ തന്നെ ഇസ്ലാമിലേക്ക് വന്നു. പിന്നെ ആ ഷഹാദത്ത് അല്ലെങ്കിൽ ആ വിശ്വാസം എപ്പോഴും വേണം, രാവും പകലും എപ്പോഴും വേണം. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വിശ്വാസം. എന്നാൽ രണ്ടാമത് പറഞ്ഞ നിസ്കാരം അത് എപ്പോഴും വേണ്ട, ദിവസത്തിൽ 5 പ്രാവശ്യം നിർബന്ധമാണ്. പിന്നെ പറഞ്ഞ യുഅ്തു സക്കാത്ത എന്നുള്ളത് കൊല്ലത്തിൽ ഒരിക്കലാണ് നിർബന്ധമാകുന്നത്, അത് തന്നെ കഴിവുള്ളവർക്കാണ്. എന്നതുപോലെ നമ്മളെ ഇസ്ലാമിക പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട
റമദാൻ നോമ്പ് അത് കൊല്ലത്തിൽ ഒരു മാസം മാത്രമാണ്. ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച നിയമങ്ങൾ നമ്മൾ മറ്റൊരു രാജ്യത്ത് പോയി അത് പ്രബോധനം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു രീതിയുണ്ട്. ആദ്യം തന്നെ പോയി സക്കാത്ത് വാങ്ങലല്ല, അതിൻ്റെ ഒരു രീതിയുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്ന് പലരും ഞാൻ മുസ്ലിമാകാം, പക്ഷേ എനിക്ക് നിസ്കരിക്കാനാവില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിക്കോട്ടെ നിങ്ങൾ മുസ്ലിം ആയിക്കോളൂ. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് അവരെ മാറ്റിയെടുത്തത്. അപ്പോൾ പ്രബോധകന്മാരായ ആളുകൾക്ക് ഈ ഹദീസിൽ വലിയ പാഠമുണ്ട്. മാത്രമല്ല ഷഹാദത്ത് കലിമയുടെയും നിസ്കാരത്തിൻ്റെയും സക്കാത്തിൻ്റെയും ഒക്കെ അതിൻ്റെ ഒരു വലിയ ബഹുമാനം, അതിൻ്റെ ഒരു ആവശ്യകത, അത് എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കണമെന്ന്, അത് ഖിതാലിന് മാത്രം അത് പര്യാപ്തമാണ്. ആ കാര്യം നമ്മൾ നിർവഹിച്ചില്ലെങ്കിൽ നമ്മൾ ഖത്ൽ ചെയ്യപ്പെടാൻ മാത്രം വലിയ തെറ്റായിരിക്കും അത് എന്നാണ് നമ്മളെ ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ഏതായാലും ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കുന്നത് ഓരോ വ്യക്തികൾ ആവാൻ പാടില്ല. നിസ്കരിക്കാത്ത ഒരുത്തനെ നമുക്കെന്തെങ്കിലും കാട്ടാൻ അവകാശമില്ല. അതിന് ഫിഖ്ഹ് അവിടെ ഇടപെടും. കർമ്മശാസ്ത്രത്തിൽ അതിന് നിയമങ്ങളുണ്ട്. അതുപോലെ സക്കാത്ത് കൊടുക്കാത്തവനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഈ രാജ്യത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് എവിടെ ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ നിയമങ്ങൾ, അത് വളരെ വിശാലമായ സംഗതിയാണ്. ഇൻഷാ അള്ളാഹ് തൽക്കാലം ഈ ഹദീസിൻ്റെ വിശദീകരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ.